ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കെല്ലാവർക്കും ഇവിടെ സുഖമാണ്, സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്. ചൂട് കാരണം സത്യം പറഞ്ഞാൽ ചൂട് ചായ പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ പോലും രാവിലത്തെയും വൈകുന്നേരത്തെ ആ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ പോലും ഒരു തലവേദന, ഒരു വല്ലാത്തൊരു വിമ്മിഷ്ടമാണല്ലേ. അത് നമ്മൾ കുഞ്ഞിലെ മുതലേ ശീലിച്ചവർക്കാണെങ്കിൽ അങ്ങനെ തോന്നും, അല്ലാത്തവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ കുഞ്ഞിലെ മുതലേ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ചായ കുടിച്ചും വൈകുന്നേരത്തെ ചായ കുടിച്ചും ഒക്കെ ശീലമായതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും തന്നെ ചായ വേണം കേട്ടോ. ഇല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ഫീലിങ്സാണ്. ചില സമയത്ത് തലവേദന എടുക്കും വൈകുന്നേരത്ത് പൊതുവേ ചായ കിട്ടിയില്ല എങ്കിൽ പോലും. അപ്പോൾ എൻ്റെ ജോലികൾ പതിയെ തുടങ്ങി കേട്ടോ. ചേട്ടൻ ജോലിക്ക് പോയി, ഞാൻ എൻ്റെ പതിവ് ജോലികൾ തന്നെ തുടർന്നു കേട്ടോ. ഇതിപ്പോൾ രാവിലെ എഴുന്നേൽക്കുക, ചായ ഇട്ട് ചേട്ടനെ ജോലിക്ക് വിടുക, പിന്നെ മുറ്റമടിക്കുക, ബാക്കും ഒക്കെ മുറ്റമടിക്കും കേട്ടോ. അവിടെ കൊണ്ട് എനിക്ക് ഫോൺ വെച്ചെടുക്കാൻ പറ്റാത്തൊരു സ്ഥലമല്ല, അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ വീഡിയോസൊന്നും അങ്ങനെ അധികമായിട്ട് ഇടാത്തത്. ബാക്കിലും രണ്ട് സൈഡിലും. ഇവിടെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ. ബാക്ക് രണ്ട് സൈഡിലാണ് അപ്പുറം ഒക്കെ ഉള്ള പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ അവിടുത്തെ വീഡിയോസൊന്നുമായിട്ട് അങ്ങനെ എടുക്കാത്തത്, ബാക്കിലത്തെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചെടിയൊക്കെ നനച്ചിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നു എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് തന്നെ സാമ്പാറുമായിട്ടുണ്ടായിരുന്നു, ദോശയും. ഇത് രണ്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ നിറയെ വെള്ളവും കുടിച്ചു. ഇപ്പോൾ ഏറ്റവും ആവശ്യം നമുക്ക് വെള്ളമാണല്ലേ, കാരണം അത്രത്തോളം ചൂടാണ്. ഏതെങ്കിലും ഒരു ജോലി ചെയ്യാനായിട്ട് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ വിയർത്ത് ദേഹമാകെ നമ്മൾ കുളിച്ചതുപോലെയാവും. ആ ഒരു പരിവായിട്ടുണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ അല്ലേ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ പിന്നീട് ഞാനിതാ അടുത്ത് വയ്ക്കാൻ പോകുന്നത് തീയലാണ് കേട്ടോ. പടവലങ്ങയും തക്കാളിക്കയും ചെറിയ ഉള്ളി ഇട്ടോന്നോ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും സവോളയൊക്കെ ഇട്ടിട്ടുള്ളൊരു തീയലാണ് വയ്ക്കാൻ പോകുന്നത്. അതും പെട്ടെന്ന് തന്നെ വെച്ച് ജോലികളെല്ലാം ഞാൻ ഒന്ന് നിന്ന് ജോലി ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ ജോലി ചെയ്യും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഗ്യാപ്പ് എടുക്കുകയാണെങ്കിൽ നല്ല ലേറ്റ് ആകും കേട്ടോ. ഇപ്പം നല്ല ലേറ്റായിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും കുക്കിംഗ് ചെയ്യുന്നതെങ്കിൽ പോലും ഞാൻ അങ്ങനെ നിൽക്കാതെ പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ ഒതുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലികളും തീരും കേട്ടോ. അതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് പറ്റാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതാ പറഞ്ഞു തീരും മുന്നേ തീയലങ്ങായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് തീയൽ കഴിക്കാൻ. തീയലിടുമ്പോൾ ചില സമയത്ത് എനിക്ക് എല്ലാ തീയലിന് അതിപ്പോൾ വെണ്ടയ്ക്കയും കത്തിരിക്കയും ഒക്കെ ഇട്ട് തന്നെ എനിക്ക് വെക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ നല്ല കുറുകുറാന്നിരിക്കും, അതാണ് എനിക്കിഷ്ടം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മുട്ടയും മുരിങ്ങയ്ക്കയും ഇട്ടിട്ടുള്ളൊരു അവിയലാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നിന്ന മുരിങ്ങയ്ക്കയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല നാടൻ മുരിങ്ങയ്ക്കയല്ലേ. കൂടെ ഒരു വാഴയ്ക്കയും കൂടെ ഇട്ടു കേട്ടോ. തികഞ്ഞില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ മുരിങ്ങയ്ക്കയും വാഴയ്ക്കയും കൂടെ ഞാൻ നേരത്തെ തന്നെ വേവിക്കാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് വെന്ത് വന്ന സമയത്ത് അരപ്പ് ചേർത്തു. അരപ്പും ചേർത്തൊന്ന് തിളച്ചതിന് ശേഷം മുട്ട വേവിച്ചതും 4ആയിട്ട് കീറിയിട്ട് കേട്ടോ. അത് കടുക് താളിച്ചിട്ടു. ചിലരൊന്നും നമ്മുടെ ഈ അവിയൽ വെക്കുന്ന സമയത്ത് കടുക് താളിച്ചിടാറില്ല കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലും അങ്ങനെ ഇടാറില്ല. പക്ഷേ എനിക്കിതാണ് ഇഷ്ടം, കടുക് താളിച്ചിടുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഞാനും അങ്ങനെ തന്നെയാണ് വെച്ചത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെക്കുന്നത്. ഒരു അച്ചാറും കൂടെ ആയിരുന്നെങ്കിലും സൂപ്പറായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എപ്പോഴും അച്ചാർ കൂട്ടാൻ എനിക്കിഷ്ടമില്ല, വല്ലപ്പോഴും ഒരു അച്ചാർ കൂട്ടാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ അങ്ങനെ അച്ചാർ വാങ്ങി വെക്കാറുമില്ല. ചിലപ്പോൾ എവിടെ നിന്ന് കിട്ടുന്ന അച്ചാറാണെങ്കിൽ 2 ദിവസം എടുത്ത് കഴിക്കും, 3ൻ്റെ എടുത്ത് കളയാറാണ് പതിവ്. അങ്ങനെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറും ഒക്കെ കഴിച്ചപ്പോൾ എനിക്കൊരു മാങ്ങ കഴിക്കാനായിട്ടൊരാഗ്രഹം തോന്നി. ചോറ് കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് കേട്ടോ. നല്ല തണുപ്പല്ലേ, ഇപ്പോൾ ഫ്രിഡ്ജിനകത്ത് നല്ല തണുത്ത മാമ്പഴം ഉണ്ടായിരുന്നു, കഴിച്ചു കേട്ടോ. അപ്പോൾ രാത്രി എടുത്തപ്പോഴത്തേക്ക് അത് കൊള്ളത്തില്ലായിരുന്നു, പക്ഷേ ഇത് കൊള്ളായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു, കാറ്റും കൊണ്ട് മാങ്ങയും കഴിച്ചു കേട്ടോ. മാങ്ങ കഴിച്ച് ഞാൻ കുറച്ച് നേരം ഒന്ന് പോയി കിടക്കാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ തന്നെ വീടിനകത്തെ ജോലികളെല്ലാം തീർത്തോട്ടെ. പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. ഇതിപ്പോൾ അവസാനത്തെ ആ ഒരു സെറ്റ് പാത്രമാണ് ഞാനെടുത്ത് സിങ്കിനകത്ത് വെച്ചിട്ട് കഴുകിയെടുത്തത് കേട്ടോ. ഇപ്പോൾ ഫുൾ വീഡിയോ എടുത്താൽ സ്റ്റോറേജ് കിട്ടത്തില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ലാസ്റ്റ് ആ കുറച്ച് പാത്രം കഴുകുന്നത് മാത്രം വീഡിയോസായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എൻ്റെ ഫോൺ ഭയങ്കരമായിട്ട് കംപ്ലൈൻ്റ് ആണ് കേട്ടോ. സ്റ്റോറേജ് ഒന്നുമില്ല, വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇപ്പോൾ കടയിൽ കൊണ്ട് കൊടുക്കാൻ പോവാണ്. എന്താണ് സംഭവം എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ കടയിൽ കൊണ്ട് കൊടുക്കണം, എങ്കിൽ മാത്രമേ എന്താണ് ഫോണിനകത്ത് സംഭവിച്ചെന്ന് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം ആപ്പുകളൊന്നും തന്നെ ഫോണിനകത്ത് അങ്ങനെ അധികം ഇല്ല. പിന്നെ എന്താണ് പ്രശ്നമൊന്നും അറിയത്തില്ല.
അങ്ങനെ എൻ്റെ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് പോയി കിടന്നു കേട്ടോ. അപ്പോൾ ബേക്ക് വശത്ത് നല്ല കാറ്റാണ്, ഫുൾ തുറക്കാൻ പറ്റത്തില്ല കേട്ടോ. അവിടെ ഒരു അശ കെട്ടിയിട്ടുണ്ട്, അതിൽ കുറച്ച് തുണി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ ഫുൾ തുറക്കാനും പറ്റത്തില്ല. ഇങ്ങനെ എങ്ങാനും വലിച്ച് തുറന്നാൽ അശ പൊട്ടിപ്പോകും, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം പോയി ഒന്ന് കിടന്നതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കാനും വന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ എടുത്ത വീഡിയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തോ മാറിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ നേരത്തെ വന്ന വീഡിയോസ് തന്നെ റിപ്പീറ്റ് അടിച്ച് പിന്നെയും വന്നത്. കുറച്ച് നേരം കിടന്നു കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോഴത്തേക്ക് ചേട്ടനും വന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ വന്നപ്പോഴും ഞാൻ ഫ്രിഡ്ജിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് തിളപ്പിച്ചാറിയ വെള്ളം ഫ്രിഡ്ജിനകത്ത് വെച്ച് ചൂടാക്കി തണുപ്പിച്ച് കുടിക്കും. ഇപ്പോൾ അതാണ് അങ്ങനെയാണ് കുടിക്കുന്നത്. ഈ ഒരു ചോക്ലേറ്റ് സ്നേഹ തന്നാണ് കേട്ടോ. സുഹൃത്ത് വന്ന സമയത്തേക്കും കുറച്ച് ചോക്ലേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ അവസാനത്തെ ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. അതും ഞാനും ചേട്ടനും കൂടെയാണ് ഷെയർ ചെയ്തൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ചേട്ടൻ തൊട്ടടുത്ത് മറ്റേ സ്ലാബിൻ്റെ പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ തൊട്ടടുത്ത് തന്നെ ഇരുന്നാണ് വെള്ളവും കുടിച്ച് ചോക്ലേറ്റും ഒക്കെ എടുത്ത് കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എബി ഒന്ന് ഫോൺ വിളിച്ചു, പിള്ളേരെയൊക്കെ ഒന്ന് കണ്ടു കേട്ടോ. കുറച്ച് ദിവസമായി ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണിക്കാനായിട്ട്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ക്ഷീണം വന്നു കേട്ടോ. കുറച്ച് ദിവസങ്ങളെ ഭയങ്കരമായിട്ട് ചൂടെടുക്കും, എനിക്ക് ക്ഷീണമാണ്. അങ്ങനെ ഞാൻ പോയി കിടന്ന സമയത്ത് ചേട്ടൻ എനിക്കൊരു തണ്ണിമത്തൻ്റെ ജ്യൂസ് അടിച്ചു കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ അത് കുടിച്ചപ്പോൾ നല്ല ആശ്വാസമായിരുന്നു. ഓരോ ബൈറ്റ്സ് ഇറക്കുമ്പോഴും നല്ല തണുപ്പ് അകത്തോട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെയും കുറച്ച് നേരം ഒന്ന് പോയി കിടന്ന് വൈകുന്നേരം ആയപ്പോൾ ഒന്ന് കടയിലോട്ട് പോകാൻ ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ടൊരു മഴ വന്നു കേട്ടോ. ഭയങ്കര വെച്ചാൽ നല്ല മഴയായിരുന്നു കേട്ടോ. ഒരു 10-15-20 മിനിറ്റ് ഉണ്ടായിരുന്നു, നല്ല മഴയായിരുന്നു. അങ്ങനെ ആ മഴയെ ആസ്വദിച്ച് ഞങ്ങൾ രണ്ടുപേരും സിറ്റോട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസത്തിന് ശേഷമാണല്ലോ മഴ പെയ്യുന്നത്. എനിക്കൊന്ന് കുളിക്കണമെന്നുണ്ടായിരുന്നു മഴയത്ത്. പിന്നെ ആദ്യത്തെ മഴയല്ലേ, ഇനി അടുത്ത ഒരു അസുഖം വരുത്തി വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു. ചേട്ടൻ കുളിച്ചിട്ടാണ് ഇരുന്നത് കേട്ടോ. പക്ഷേ എനിക്കിത് കുളിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ ചേട്ടൻ നേരെ കടയിലോട്ട് പോയി കേട്ടോ. ചായ കുടിക്കാൻ എന്തെങ്കിലും വാങ്ങണമല്ലോ, അങ്ങനെ പോയി. ഞാൻ നേരെ മുറിയിലോട്ട് വന്നു. കുറച്ച് ജോലി ഉണ്ടായിരുന്നു കേട്ടോ. അതും കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചായ ഇട്ടിട്ട് ചായ കുടിച്ചതിന് ശേഷമാണ് മുറിയൊക്കെ ഒന്ന് ഒതുക്കാനായിട്ട് ഞാൻ നിന്നു. കാരണം ഞങ്ങൾക്കിപ്പോൾ കിടക്കുന്ന മുറിയിൽ ഞങ്ങളിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്ന് വെച്ചാൽ നനച്ച തുണികളൊക്കെ കൊണ്ടിടും. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് ഡബ് ചെയ്യുന്നൊരു സ്ഥലമായി കേട്ടോ ഞങ്ങളുടെ കിടക്കുന്ന റൂമും. കാരണം അങ്ങോട്ട് പ്രവേശിക്കാനേ പറ്റില്ല. രാത്രിയായിരുന്നാലും പകലായിരുന്നാലും ഒട്ടും നമുക്ക് അങ്ങോട്ട് കയറി ഒന്നിനും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആ ഒരു റൂം പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും സാധനങ്ങൾ ഇടാനുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ ഇട്ടിട്ട് ഇങ്ങ് പോരും. എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തിട്ട് ഇങ്ങ് പുറത്തിറങ്ങും, അങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് പകരം ഇപ്പോൾ എബിക്ക് കൊടുത്തിരിക്കുന്ന ആ മുറിയിലാണ് ഞങ്ങൾ ഇടയ്ക്കൊന്ന് പോയി വിശ്രമിക്കുകയും കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ മുറി നല്ല ക്ലീനാക്കി ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. മുമ്പ് അവിടെയായിരുന്നു ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത്. ഇപ്പോൾ ആ ഒരു റൂമിലാണ് നമ്മൾ പോയി കിടക്കുന്നത്. കാരണം പുറത്തുനിന്നുള്ള കാറ്റ് എപ്പോഴും കിട്ടുന്ന ആ ഒരു റൂമിലാണ്. അങ്ങനെ അത്രയ്ക്കും ചൂട് സഹിക്കാൻ പറ്റാത്തതാണ്. എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, എനിക്ക് പേടിയാണ്. ഇനി എന്തെങ്കിലും മുമ്പ് മഞ്ഞപ്പിത്തം വന്നതുപോലെ എന്തെങ്കിലും അസുഖമൊക്കെ വരുന്നുള്ള പേടിയുണ്ട് കേട്ടോ. അങ്ങനെ അവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കുളിയും കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും ഒരു ബോട്ടിൽ വെള്ളം കുടിക്കുന്നുണ്ട്. ഇതൊരു 6 ബോട്ടിൽ ഞാൻ 200 രൂപയ്ക്ക് മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല കുപ്പിയാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള കുപ്പികളാണ്. അപ്പോൾ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.